വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം പരേഡ് പരിശോധിച്ചു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി സംസാരിക്കും, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ഏതായാലും UDF സർക്കാരിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഏതായാലും ഇത്തവണ വന്ദേ മാതരം ആലപിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഒരു പരിപാടിയിലും വന്ദേ മാതരം ആലപിച്ചിട്ടില്ല. ദേശീയ പതാക ഉയർത്തിയ ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പരേഡ് പരിശോധിച്ചു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഏതായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് മന്ത്രി റോജി എം ജോൺ, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും 14 ജില്ലകളിലും മന്ത്രിമാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ പതാക ഉയർത്തി. അങ്ങനെ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തി. CPIM ആസ്ഥാനമായ AKG സെന്ററിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ദേശീയ പതാക ഉയർത്തിയത്. ഏതായാലും രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ മാറ്റൊട്ടും കുറയാതെ വലിയ നല്ല ആഘോഷമാണിപ്പോൾ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൃത്യം 9 മണിക്ക് തന്നെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പരേഡ്, വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ചു. ഇനി അടുത്തത് അദ്ദേഹം ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും, സംസാരിക്കും. ഏതായാലും അത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. Move to the right in column of threes. Parade! Right turn. Threes by the left. Quick march. ഇന്നത്തെ പരേഡിന്റെ മുൻനിരയിലെ കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ സ്ലോ മാർച്ചിലായി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ഡോക്ടർ അപർണ OIPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഷിയാസ് S ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ KV ഗിരീഷ് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജ്യോതികുമാർ D നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് KSന്റെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ SP നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജി VG നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് ചാർലി നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അംബിക ശ്രീധരൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ G നയിക്കുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ ജി രഘു നയിക്കുന്നു. In succession, parade will advance in column of threes from the right of platoon. യെസ്, ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും ജില്ലകൾ കേന്ദ്രീകരിച്ച് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം പുരോഗമിക്കുന്നു. അവിടെ അല്പസമയത്തിനകം മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ എറണാകുളത്തും സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടെ മന്ത്രി റോജി എം ജോണാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ മന്ത്രിമാരാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത്. ഏതായാലും UDF സർക്കാരിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും എല്ലാ ജില്ലകളിലും ഓരോ മന്ത്രിമാരാണ്. കോഴിക്കോട് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ദേശീയ പതാക ഉയർത്തിയത്. മലപ്പുറത്ത് PK ബഷീറാണ്, പൊതുമരാമത്ത് മന്ത്രി PK ബഷീറാണ് ദേശീയ പതാക ഉയർത്തിയത്. അങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ മന്ത്രിമാർക്കാണ് അതിൻ്റെ ചുമതല ഉള്ളത്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഓരോ ജില്ലകളിലും ഈ ദേശീയ പതാക ഉയർത്തി. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെയും പോലീസിൻ്റെയും പരേഡടക്കം അരങ്ങേറുന്നുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ കേരളത്തിൻ്റെ ദേശീയ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, വന്ദേ മാതരം ആലപിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ചെങ്കോട്ടയിൽ ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരം, ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചു. അത് മുഴുവനായി ആലപിച്ചു. പക്ഷേ വന്ദേ മാതരം ഈ സംസ്ഥാനത്തിൻ്റെ പരിപാടികളിൽ ഒരു പരിപാടികളിലും ആലപിച്ചില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ദേശീയ ഗാനം മാത്രം പതിവ് പോലെ പതാക ഉയർത്തിയ ശേഷം ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലേറെ വിവാദമായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ ദേശീയ ഗാനം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ആലപിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ സസ്പെൻസ് ആണത്, നിങ്ങൾ 15-ാം തീയതി കണ്ടുകൊള്ളൂ എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആയിരിക്കുന്നു. വന്ദേ മാതരം ആലപിച്ചിട്ടില്ല, ജനഗണമന അതായത് നമ്മുടെ ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. ഏതായാലും സംസ്ഥാനത്ത് ആഘോഷങ്ങൾ വളരെ വിപുലമായി തന്നെ വളരെ പ്രൗഢിയോടുകൂടി തന്നെ നടക്കുകയാണ്. നേരത്തെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഞാനിപ്പോൾ സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരേഡ് പുരോഗമിക്കുകയാണ്. നേരത്തെ
മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ പതാക ഉയർത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പരേഡ് പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. അങ്ങനെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പരേഡുകൾ നടക്കുന്നു. എറണാകുളത്തടക്കം അതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. ബഹുമാനപ്പെട്ട MLA